നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് രൂപപ്പെട്ടു വന്ന സാഹചര്യങ്ങൾ, ഘട്ടം ഘട്ടമായി ഭാഷയ്ക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾക്ക് സഹായകമായി നിന്ന കുറേയധികം ഘടകങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായി പറയുമ്പോൾ നമ്മൾ അക്ഷരമാല, ഹരിശ്രീ ഗണപതിയെ നമഃ എന്ന് തുടങ്ങിയതിന് ശേഷം സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, ഈ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു അക്ഷരങ്ങളെ. പിന്നീട് ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ എന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി നിലത്ത് എഴുത്ത് തുടങ്ങുന്ന സമയത്ത് പഠിക്കുന്ന അക്ഷരങ്ങളാണ് ഇവയൊക്കെ വ്യക്തമായി നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് അത് ആ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് ഓരോ വാക്കുകൾ ഉണ്ടാക്കുന്നതും വാക്യങ്ങൾ ഉണ്ടാക്കുന്നതും അത് പിന്നീട് വളർന്ന് നമ്മുടെ ഓരോ പാഠങ്ങളായി മാറുന്നത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ ഏതൊരു മലയാളിയും മലയാളം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, എൻ്റെ കുട്ടികൾ മലയാളം നമ്മുടെ മാതൃഭാഷ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ആദ്യം അവർക്ക് നൽകേണ്ടത് ഈ അക്ഷരങ്ങൾ, മലയാളത്തിലെ അക്ഷരങ്ങൾ നന്നായി പഠിപ്പിക്കുക എന്നാണ് ചെയ്യേണ്ടത്. അതിന് അംഗൻവാടികളിൽ പോകാം. അതിനൊപ്പം തന്നെ നമുക്ക് അംഗൻവാടികളിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായി പഠിപ്പിക്കാൻ അറിയാവുന്ന മറ്റൊരാളെ സമീപിക്കാം. എന്തായാലും ഏത് ഭാഷയ്ക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് അവയിലെ അക്ഷരമാലകൾ തന്നെയാണ്. ഈ അക്ഷരമാലയിൽ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതിന് ഓരോ രീതികളുണ്ട്. അത് ഓരോ വാക്കുകൾ എഴുതുമ്പോഴാണ് ആ ഉച്ചാരണം ശരിയാവാതെ വരുമ്പോൾ ആ വാക്കുകളിൽ അക്ഷരങ്ങൾക്ക് വ്യത്യാസം വരും, അങ്ങനെ തെറ്റുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളുടെ കുട്ടികൾ മുന്നോട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവർ ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷയിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. അത് ഏത് ഭാഷയാണെങ്കിലും ആ അക്ഷരങ്ങൾ കൃത്യമായി ശരിയായ രീതിയിൽ എഴുതാനും വായിക്കുവാനും ആദ്യം നമ്മൾ അവരെ പഠിപ്പിക്കുക. അതാണ് ആദ്യമായി ചെയ്യേണ്ട പാഠം.